കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ടാർ റോഡിലേക്ക് മുഖം അമർന്നു കിടക്കുന്ന നിമിഷം ഹെൽമെറ്റിന്റെ വൈസർ പൊട്ടിത്തെറിച്ചു. അയാളുടെ മുഖം ഉരഞ്ഞു. വലതുകാലിന്റെ തുടയിൽ മാംസം തുളച്ച് പുറത്തു വന്നു. ഒരൊറ്റ നിമിഷം മാത്രം 150 കിലോ ഭാരമുള്ള ആ വാഹനം അയാളുടെ നെഞ്ചിലേക്ക് മറിഞ്ഞു വീണു. വാരിയലുകൾ ഒടിയുന്ന ശബ്ദം സ്വന്തം ചെവികളിൽ മുഴങ്ങി. എഞ്ചിൻ അപ്പോഴും ഇരമ്പുന്നുണ്ടായിരുന്നു. ഡാഷ്ബോർഡിലെ നീല വെളിച്ചം കണ്ണുകളിലേക്ക് അടിച്ചു. അതിൽ സ്പീഡ് 0 എന്ന് കാണിച്ചു. അയാൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ചോര റോഡിലൂടെ ഒഴുകിത്തുടങ്ങി. ബോധം മറയുന്നതിനു മുമ്പ് അവസാനമായി അയാൾ കണ്ടത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മുൻചക്രമാണ്. സച്ചിൻ യാദവ് കണ്ണുകൾ തുറന്നു. വല്ലാത്തൊരു സ്വപ്നം. അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. 2023 ജൂൺ 15. സമയം രാത്രി 8:30. കോഴിക്കോട്ടെ ഒരു ഫ്ലാറ്റ്. ഇന്ന് യാത്ര പുറപ്പെടേണ്ട ദിവസമാണ്. ഒരാഴ്ചത്തെ വയനാട് ട്രിപ്പ്. സച്ചിൻ വേഗം റെഡിയായി. താഴെ പാർക്കിങ്ങിൽ അവൻ്റെ എക്സ്പൾസ് 204V റെഡിയായി ഇരിപ്പുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് ഹാൻഡായി വാങ്ങിയതാണ്. വൈറ്റും ബ്ലൂവും കലർന്ന കളർ. വണ്ടി നല്ല കണ്ടീഷനാണ്. കൃത്യം 9:15 എല്ലാവരും ഫ്ലാറ്റിന് താഴെ ഒത്തുകൂടി. ആകെ 6 പേർ, 3 ബൈക്കുകൾ. സച്ചിനും സാൻവിയും എക്സ്പൾസിൽ, അശ്വാദും ഷാമിലിൻ്റെ സ്പ്ലെൻഡറിൽ, ദേവൂസും ഭഗത്തും അവൻ്റെ KTM ഡ്യൂക്കിൽ. എല്ലാവരും റൈഡിംഗ് ജാക്കറ്റും ഗ്ലൗസും ധരിച്ചിട്ടുണ്ട്. ഹെൽമെറ്റിൽ ഗോപ്രോ ക്യാമറകൾ സെറ്റ് ചെയ്തു. യാത്രക്കിടയിൽ സംസാരിക്കാൻ വേണ്ടി എല്ലാവരുടെയും ഹെൽമെറ്റുകളിൽ ഇന്റർകോം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം സുൽത്താൻ ബത്തേരിയിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉള്ളിലോട്ട് മാറി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം. സച്ചിൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പൾസിന്റെ എൻജിൻ ശബ്ദം പാർക്കിങ്ങിൽ മുഴങ്ങി. അവർ കോഴിക്കോട് നഗരത്തിലേക്ക് ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് നഗരം പിന്നിട്ട് അവർ കുന്നമംഗലം എത്തി. അവിടെ നിന്നും നേരെ താമരശ്ശേരിയിലേക്ക്. ഇന്റർകോമിലൂടെ അവർ ഇടയ്ക്കിടെ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. യാത്രയുടെ പ്ലാനുകൾ, എവിടെയൊക്കെ പോകണം എന്നൊക്കെയായിരുന്നു ചർച്ച. സച്ചിൻ ഇടയ്ക്ക് ഗോപ്രോ ഓൺ ചെയ്ത് വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. താമരശ്ശേരി എത്തിയപ്പോൾ സമയം 10:30 കഴിഞ്ഞിരുന്നു. ഹൈവേയുടെ സൈഡിലുള്ള ഒരു വലിയ അറേബ്യൻ ഫുഡ് കോർട്ടിൽ അവർ വണ്ടി നിർത്തി. നല്ല വെളിച്ചമുള്ള വലിയ കട. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവർ ഷവർമയും ജ്യൂസും ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഭഗത് ക്യാമറ നോക്കി സംസാരിച്ചു തുടങ്ങി. നമ്മൾ താമരശ്ശേരി ചുരം കയറാൻ പോവുകയാണ്. ചുരത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാമോ? ഭഗത് ചോദിച്ചു. ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനാണ്. വഴി മനസ്സിലാക്കിയ ശേഷം ബ്രിട്ടീഷ് എഞ്ചിനീയർ ആ മൂപ്പനെ വെടിവെച്ചു കൊന്നു. ആ ചരിത്രം എല്ലാവർക്കും അറിയാം. അശ്വാദ് ഇടയിൽ കയറി പറഞ്ഞു. അതെ, 1700കളിൽ നടന്ന സംഭവമാണ്. ക്യാപ്റ്റൻ ഡോസൺ എന്ന എഞ്ചിനീയറാണ് ഇതിന് നേതൃത്വം നൽകിയത്. സച്ചിൻ കൂട്ടിച്ചേർത്തു. ചരിത്രരേഖകൾ പ്രകാരം അതൊരു ക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു. അവർ ചരിത്ര വസ്തുതകൾ മാത്രം സംസാരിച്ചു. ഭക്ഷണം കഴിച്ച് പണം നൽകിയ ശേഷം അവർ വീണ്ടും വണ്ടികളിൽ കയറി. ചുരത്തിൻ്റെ അടിവാരത്തിലേക്ക് യാത്ര തുടർന്നു. അടിവാരം എത്തിയപ്പോഴേക്കും ചെറിയ മഴ തുടങ്ങി. കോട്ടിൻ്റെ സിബ് വലിച്ചിട്ട് അവർ ചുരം കയറാൻ തുടങ്ങി. മഴ കനത്തു. റോഡിൽ നല്ലപോലെ വെള്ളം വീണ് കിടപ്പുണ്ട്. എതിരെ വരുന്ന വണ്ടികളുടെ വെളിച്ചം റോഡിൻ്റെ വെള്ളത്തിൽ തട്ടി കണ്ണുകളിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ചാണ് സച്ചിൻ വണ്ടി ഓടിച്ചത്. ആരും അധികമൊന്നും സംസാരിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ റോഡിലായിരുന്നു. അവർ 6ാം വളവെത്തി. ഒരു ഹെയർപിൻ കർവാണ്. ഇടതുവശത്ത് വലിയ കൊക്ക, വലതുവശത്ത് കുത്തനെയുള്ള പാറക്കെട്ട്. സച്ചിൻ ഗിയർ ഡൗൺ ചെയ്ത് വളവ് തിരിയാൻ തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു കാരണവുമില്ലാതെ എക്സ്പൾസിന്റെ ഡാഷ്ബോർഡിലെ ഡിസ്പ്ലേ ഓഫായി. എഞ്ചിൻ നിന്നു. സച്ചിൻ ക്ലച്ച് പിടിച്ച് വണ്ടി റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അതേ നിമിഷം തന്നെ ഭഗത്തിന്റെ KTMും ഓഫായി. അവന്റെ ഡാഷ്ബോർഡും ബ്ലാങ്ക് ആയിരുന്നു. പുറകിൽ വന്ന ഷാമിലിന്റെ സ്പ്ലെൻഡറും നിന്നുപോയി. 3 ബൈക്കുകളും ഒരേ സമയം ഓഫായി. മഴയത്ത് ഇരുട്ടിൽ 6ാം വളവിൽ അവർ നിന്നു. എതിരെ ഇരമ്പുന്ന ശബ്ദത്തിൽ ഒരു KSRTC ബസ് കടന്നുപോയി. ബസിന്റെ ടയറിൽ നിന്നും തെറിച്ച വെള്ളം അവരുടെ ദേഹത്തേക്ക് വീണു. എന്താണോ പറ്റിയത്? ഭഗത്ത് ചോദിച്ചു. അറിയില്ല, ഡിസ്പ്ലേ മൊത്തം പോയി, വണ്ടി ഓഫായി, സച്ചിൻ പറഞ്ഞു. ഷാമിൽ അവൻ്റെ സ്പ്ലെൻഡറിൻ്റെ കിക്കർ അടിച്ചു നോക്കി. ഒരു പ്രതികരണവുമില്ല. സ്പാർക്ക് പ്ലഗിൽ വെള്ളം കയറിയതാണോ എന്ന് അവൻ സംശയിച്ചു. ഭഗത് KTMന്റെ സെൽഫ് അമർത്തി. മീറ്ററിൽ വെളിച്ചം വരുന്നില്ല. എഞ്ചിൻ കറങ്ങുന്നില്ല. സച്ചിനും എക്സ്പൾസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഒരു ഫലവുമില്ല. വലിയ വണ്ടികൾ ആ വളവിലൂടെ വേഗത്തിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നത് അപകടമാണ്.
അവർ ബൈക്കുകൾ തള്ളി വളവ് തിരിഞ്ഞ് കുറച്ചപ്പുറത്തുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. ഇതെന്താ 3 വണ്ടികളും ഒന്നിച്ച് ഓഫായത്? അശ്വത് സംശയത്തോടെ ചോദിച്ചു. മഴയത്ത് വയറിങ്ങിൽ എന്തെങ്കിലും ഷോർട്ടായതായിരിക്കും. KTM അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ സ്പ്ലെൻഡർ എന്തിനാ നിന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഷാമിൽ പറഞ്ഞു. അവർ മഴയത്ത് വണ്ടി നന്നാക്കാൻ ശ്രമിച്ചു. സച്ചിൻ താക്കോൽ തിരിച്ചു നോക്കി. ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോഴാണ് ഇന്റർകോമിൽ ഒരു അസാധാരണ ശബ്ദം കേട്ടത്. വളരെ പതുക്കിയുള്ള മുറിഞ്ഞുള്ള ഒരു സംസാരം. അത് അവരുടെ തന്നെ ശബ്ദമായിരുന്നു. 10 മിനിറ്റ് മുമ്പ് ഫുഡ് കോർട്ടിൽ വെച്ച് അവർ സംസാരിച്ച കാര്യങ്ങൾ. ആദിവാസി മൂപ്പനെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു വന്ന കാര്യം. പക്ഷേ ശബ്ദത്തിന്റെ പിച്ച് വല്ലാതെ കുറഞ്ഞിരുന്നു. ഒരു പഴയ കാസറ്റ് ടേപ്പ് കുരുങ്ങി വലിക്കുന്നത് പോലെയുള്ള ശബ്ദം. ഇന്റർകോം ഗ്ലിച്ചായി. സച്ചിൻ പറഞ്ഞു, നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കും. ആ പഴയ വോയിസ് അതിൽ ലൂപ്പാവുന്നുണ്ട്. അവൻ ഇന്റർകോം സ്വിച്ച് ഓഫ് ചെയ്തു. മറ്റുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. ഏകദേശം 10 മിനിറ്റോളം അവർ അവിടെ നിന്നു. പെട്ടെന്ന് ഷാമിൽ വെറുതെ ഒന്ന് കിക്കർ അടിച്ചു നോക്കി. ഒറ്റയടിക്ക് തന്നെ സ്പ്ലെൻഡർ സ്റ്റാർട്ടായി. എഞ്ചിൻ നല്ല സ്മൂത്തായി വർക്ക് ചെയ്യുന്നു. അവൻ ആശ്ചര്യത്തോടെ മറ്റുള്ളവരെ നോക്കി. ഭഗത് അവൻ്റെ KTM ഓൺ ചെയ്തു. ഡിസ്പ്ലേ വന്നു. അവൻ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. സച്ചിനും താക്കോൽ തിരിച്ചു. എക്സ്പൾസിൻ്റെ നീല ഡിസ്പ്ലേ തെളിഞ്ഞു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ ഇറമ്പി. ഇതെന്താ ഇങ്ങനെ? ഭഗത് പിറുപിറുത്തു. മഴയത്ത് ഇലക്ട്രോണിക്സിന് വട്ടായതായിരിക്കും. വാ പോവാം, ഇനി ഇവിടെ നിൽക്കുന്നത് പണിയാണ്, സച്ചിൻ പറഞ്ഞു. അവർ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. മഴ കുറച്ചുകൂടി കനത്തു. അവർ 8ാം വളവിലേക്ക് അടുത്തു. കുത്തനെയുള്ള കയറ്റമാണ്. സച്ചിൻ 2ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത്. സ്പീഡ് വളരെ കുറവാണ്. ടയറുകൾക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് സച്ചിൻ്റെ വലതു കൈയിലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ തനിയെ ഉള്ളിലേക്ക് അമർന്നു. സച്ചിൻ ബ്രേക്ക് പിടിച്ചതല്ല, ബ്രേക്ക് ലിവർ തനിയെ ഉള്ളിലേക്ക് പോയതാണ്. ഫ്രണ്ട് ഡിസ്കിൽ ബ്രേക്ക് പാഡുകൾ അമർന്നു. കയറ്റത്തിൽ പെയ്തു നിൽക്കുന്ന മഴവെള്ളത്തിൽ മുൻചക്രം ലോക്കായി. ടയർ ടാറിൽ നിന്നും തെന്നി മാറി. എക്സ്പൾസ് ഇടത്തോട്ട് മറിഞ്ഞു. സച്ചിനും സാൻവിയും റോഡിലേക്ക് വീണു. വണ്ടി ടാറിലൂടെ ഉരഞ്ഞു നീങ്ങി. സച്ചിൻ്റെ കാലിൽ വണ്ടി ഇടിച്ചു നിന്നു. സാൻവി കുറച്ചപ്പുറത്തേക്ക് നിരങ്ങി മാറി. പുറകിൽ വന്ന ഷാമിലും ഭഗത്തും വണ്ടി നിർത്തി ഓടി വന്നു. വേഗത കുറവായിരുന്നതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. സച്ചിൻ്റെ ജീൻസ് കീറി മുട്ടിന് ചെറിയ പോറൽ പറ്റിയിട്ടുണ്ട്. സാൻവിക്ക് കൈമുട്ടിനും ചെറിയ പരിക്കുണ്ടായിരുന്നു. റൈഡിംഗ് ഗിയർ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. അവർ വണ്ടി എടുത്തുയർത്തി. ക്രാഷ് ഗാർഡിൽ ഉരഞ്ഞ പാടുകളുണ്ട്. സച്ചിൻ ബ്രേക്ക് ലിവർ പരിശോധിച്ചു. ഒരു കുഴപ്പവുമില്ല, ഫ്രീ ആയി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താടാ, എന്താ പറ്റിയത്? നീ എന്തിനാ ബ്രേക്ക് പിടിച്ചേ? ഭഗത് ചോദിച്ചു. ഞാനല്ലടാ, ലിവർ തനിയെ ഉള്ളിലേക്ക് അമർന്ന പോലെ തോന്നിയതാ. ഹൈഡ്രോളിക്സ് ലൈനിൽ എയർ കയറിയതാവും, അല്ലെങ്കിൽ ABS സെൻസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നതാവും. സച്ചിൻ കാലിലെ ചെളി തട്ടിക്കൊണ്ട് പറഞ്ഞു. നീ വണ്ടി പതുക്കെയല്ലേ ഓടിച്ചത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു, ഷാമിൽ പറഞ്ഞു. അവർ വീണ്ടും യാത്ര തുടർന്നു. ലക്കിടി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ വണ്ടി നിർത്തി അവർ രജിസ്റ്ററിൽ പേരുവിവരങ്ങൾ എഴുതി കൊടുത്തു. പിന്നീട് അവിടെ നിന്നും 1 മണിക്കൂറോളം യാത്ര ചെയ്ത് സുൽത്താൻ ബത്തേരിയിലെത്തി. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോട്ടലിൽ അവർ മുറിയെടുത്തു. മഴ നനഞ്ഞതുകൊണ്ട് എല്ലാവരും തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. 3 മുറികളാണ് അവർ എടുത്തത്. മുറികളിൽ കയറിയ ശേഷം അവർ വേഗം കുളിച്ച് വസ്ത്രം മാറി. ഭക്ഷണം കഴിച്ച ശേഷം സച്ചിനും അശ്വാദും മുറിയിലെത്തി. സച്ചിൻ ഗോപ്രോ അഴിച്ച് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. അന്നത്തെ ഫൂട്ടേജ് കോപ്പി ചെയ്യണം. മെമ്മറി കാർഡ് ഫുള്ളായാൽ നാളത്തെ യാത്ര റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ലാപ്ടോപ്പിലേക്ക് കോപ്പി ആയിക്കൊണ്ടിരുന്നു. സച്ചിൻ 6ാം വളവിലെ വീഡിയോ പ്ലേ ചെയ്തു നോക്കി. വീഡിയോയിൽ അവർ സംസാരിക്കുന്നത് കേൾക്കാം. ചരിത്രം പറയുന്ന ഭാഗം കഴിഞ്ഞ് വളവെത്തി. പെട്ടെന്ന് വീഡിയോയിൽ ചെറിയ ഡിജിറ്റൽ ഡിസ്റ്റോർഷൻ വന്നു. പിക്സലുകൾ ചിതറുന്ന പോലെ. അതിനുശേഷം സ്ക്രീൻ ബ്ലാങ്കായി. വണ്ടികളിൽ നിന്ന് ആ 10 മിനിറ്റ് ഗോപ്രോ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതലാണ് വീണ്ടും റെക്കോർഡിംഗ് ഉള്ളത്. ഇലക്ട്രോണിക്സ് എല്ലാം ഒരുമിച്ച് ഡെഡ് ആവുക. എന്തോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള പോലെ. അശ്വത് വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സച്ചിൻ വീഴുന്ന ഭാഗം എത്തി. 8ാം വളവ്. ക്യാമറ ഹെൽമെറ്റിലായതുകൊണ്ട് വണ്ടിയുടെ മുൻഭാഗം വ്യക്തമായി കാണാം. വീഡിയോ സ്ലോ മോഷനിലിട്ട് സച്ചിൻ സൂക്ഷിച്ചു നോക്കി. സച്ചിൻ്റെ വലതുകൈ ആക്സിലേറ്ററിലുണ്ട്. ബ്രേക്ക് ലിവറിന് മുകളിൽ വിരലുകളില്ല. വീഡിയോയിൽ അത് നല്ല വ്യക്തമായി കാണാം. ബ്രേക്ക് ലിവർ തനിയെ ഉള്ളിലേക്ക് വലിയുന്നു. ഫ്രണ്ട് സസ്പെൻഷൻ താഴുന്നു. ടയർ ലോക്കായി വണ്ടി മറിയുന്നു. സച്ചിൻ ആ ഭാഗം വീണ്ടും വീണ്ടും പ്ലേ ചെയ്തു. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ABS പമ്പ് വർക്ക് ചെയ്താൽ തന്നെ ബ്രേക്ക് ലിവർ പുറത്തേക്കാണ് തള്ളുക, ഉള്ളിലേക്കല്ല. ഇത് ആരോ പിടിച്ചു വലിച്ചതുപോലെയാണ് ലിവർ ഉള്ളിലേക്ക് പോയത്. അവൻ ലാപ്ടോപ്പ് മടക്കി വെച്ചു. യാദൃശ്ചികമായി സംഭവിച്ച ഒരു അപകടം മാത്രമാണിത്.
അവൻ അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിച്ചു. നാളെ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ളതാണ്. കിടന്നുറങ്ങാമെന്ന് കരുതി അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹോട്ടൽ മുറിയിലെ ജനലിലൂടെ തെരുവിളക്കുകളുടെ വെളിച്ചം അകത്തേക്ക് വീണുകൊണ്ടിരുന്നു. സച്ചിൻ കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ മനസ്സിൽ ആ ഹെൽമറ്റ് വൈസർ പൊട്ടിത്തെറിക്കുന്ന സ്വപ്നമായിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ പ്രത്യേക സംഭവവികാസങ്ങൾ ഒന്നും ഉണ്ടായില്ല. വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇടയ്ക്കൽ ഗുഹയും കാരാപ്പുഴ ഡാമും അവർ സന്ദർശിച്ചു. അസാധാരണമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും സച്ചിൻ്റെ മനസ്സിൽ 6ാം വളവിലെ സംഭവങ്ങൾ ഒരു സംശയമായി അവശേഷിച്ചിരുന്നു. 2ാമത്തെ ദിവസം ബത്തേരി ടൗണിലെ ഒരു 2 വീലർ വർക്ക്ഷോപ്പിൽ അവൻ എക്സ്പൾസ് കാണിച്ചു. മെക്കാനിക് വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് അഴിച്ചു പരിശോധിച്ചു. ബ്രേക്ക് പാഡുകൾക്ക് ഒരു കുഴപ്പവുമില്ല. ഹൈഡ്രോളിക്സ് ഫ്ലൂയിഡ് കൃത്യമായ അളവിലുണ്ട്. ABS സെൻസറിന്റെ കേബിളും പരിശോധിച്ചു. ഒടുവിൽ വണ്ടിയുടെ ECUവിലേക്ക് OBD സ്കാനർ കണക്ട് ചെയ്തു നോക്കി. സിസ്റ്റത്തിൽ ഒരു എറർ കോഡും കാണിച്ചില്ല. ഇലക്ട്രോണിക്സ് എല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. മെക്കാനിക് വണ്ടി തിരികെ നൽകി. വണ്ടിക്ക് തകരാറൊന്നുമില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. സച്ചിൻ ആശ്വാസമായി. 4ാമത്തെ ദിവസം പ്ലാൻ ചെയ്തതുപോലെ അവർ ടെന്റ് കെട്ടാനുള്ള സ്ഥലം അന്വേഷിച്ചു തുടങ്ങി. സുൽത്താൻ ബത്തേരിയിലെ ഹോട്ടൽ റൂം അവർ വെക്കേറ്റ് ചെയ്തു. നേരെ മേപ്പാടി വഴി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലായി വരുന്ന ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള വെള്ളച്ചാട്ടവും കാടും നല്ല വ്യക്തമായി കാണാം. എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ ഗാർഡായി നിൽക്കുന്ന കുഞ്ഞിരാമൻ എന്ന ആളോട് അവർ സംസാരിച്ചു. ചെറിയൊരു തുക നൽകിയാൽ അവിടെ ടെന്റ് കെട്ടാൻ അയാൾ അനുവദിക്കാറുണ്ട്. ആളൊഴിഞ്ഞ ആ മലമുകളിൽ അവർക്ക് ക്യാമ്പ് ചെയ്യാൻ അയാൾ അനുമതി നൽകി. കാട്ടുപന്നികളുടെ ശല്യമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തീ കൂട്ടിവെക്കണമെന്ന് അയാൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. വൈകുന്നേരം 5 മണിയോടെ അവർ ആ പാറക്കെട്ടിന് മുകളിലെത്തി. നിരപ്പായൊരു പ്രതലം അവിടെ ഉണ്ടായിരുന്നില്ല. വണ്ടികൾ അല്പം മാറി സുരക്ഷിതമായി പാർക്ക് ചെയ്തു. 3 ടെന്റുകളാണ് അവർ കൊണ്ടുവന്നിരുന്നത്. പച്ച നിറത്തിലുള്ള ക്യാമ്പിംഗ് ടെന്റുകൾ. അവർ പെട്ടെന്ന് തന്നെ ടെന്റുകൾ സെറ്റ് ചെയ്തു. 3 ടെന്റുകളും ഒരു ത്രികോണാകൃതിയിലാണ് അവർ സ്ഥാപിച്ചത്. ഓരോ ടെന്റുകൾക്കുമിടയിൽ ഏകദേശം 10 അടി ദൂരമുണ്ടായിരുന്നു. നടുവിലായി അവർ ചെറിയൊരു ഫയർ ക്യാമ്പ് സെറ്റ് ചെയ്തു. മേപ്പാടി ടൗണിൽ നിന്നും വാങ്ങിയ കുബൂസും അൽഫാമുമായിരുന്നു അന്നത്തെ ഭക്ഷണം. രാത്രിയായതോടെ അന്തരീക്ഷം മാറി. നല്ല കാറ്റ് വീശാൻ തുടങ്ങി. മലമുകളിൽ നിന്നുള്ള കാറ്റായതുകൊണ്ട് ക്യാമ്പ് ഫയർ അണയാതെ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. തീപ്പൊരികൾ ടെന്റിലേക്ക് പാറി വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ തീ പൂർണ്ണമായും അണച്ചു. ഭക്ഷണം കഴിച്ച ശേഷം അവർ ടെന്റുകളിലേക്ക് കയറി. ആദ്യത്തെ ടെന്റിൽ അശ്വാദും ഷാമിലും, 2ാമത്തേതിൽ ദേവൂസും ഭഗത്തും, 3ാമത്തേതിൽ സച്ചിനും സാൻവിയും. 10 മണിയോടെ എല്ലാവരും ടെന്റിന്റെ സിബുകൾ അടച്ചു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. മലമുകളിലെ കാറ്റ് ടെന്റിന്റെ പുറകുവശത്ത് വന്നടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പുലർച്ചെ 1:30 കഴിഞ്ഞു. അശ്വാദ് ഉറക്കമുണർന്നു. എന്താണ് തന്നെ ഉണർത്തിയതെന്ന് ആദ്യം അവന് മനസ്സിലായില്ല. അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. സമയം 1:32. ഫോണിന്റെ ഡിസ്പ്ലേ വെളിച്ചത്തിൽ അവൻ ടെന്റിനുള്ളിലൂടെ കണ്ണോടിച്ചു. ഷാമിൽ നല്ല ഉറക്കത്തിലാണ്. അശ്വാദ് വീണ്ടും കിടക്കാനൊരുങ്ങി. അപ്പോഴാണ് അവൻ ആ മാറ്റം ശ്രദ്ധിച്ചത്. 2 പേർക്ക് മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ടെന്റാണത്. ഷാമിലും അശ്വാദും തമ്മിൽ വളരെ ചെറിയൊരു അകലം മാത്രമേ ഉള്ളൂ. അശ്വാദിന്റെ വലത്തേ അറ്റത്ത് ടെന്റിന്റെ പച്ച തുണിയാണ്. പെട്ടെന്ന് അശ്വാദിന്റെ വലതുവശത്തുള്ള ടെന്റിന്റെ ഫ്ലോർ മാറ്റിൽ ഒരു അടയാളം രൂപപ്പെട്ടു. ടെന്റിന്റെ അടിയിലുള്ള പോളിത്തീൻ ഷീറ്റ് ഒരു കാൽപാദം പതിയുമ്പോൾ എന്ന പോലെ ചുളിഞ്ഞു. ആരോ ഒരാൾ ആ ചെറിയ ടെന്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ. അശ്വാദ് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാതെ സ്ക്രീനിന്റെ വെളിച്ചം മാത്രം വെച്ച് അവിടേക്ക് നോക്കി. അവനും ഷാമിലിനും ഇടയിലുള്ള വളരെ ചെറിയ വിടവിൽ വലിയൊരു രൂപം ഇരിക്കുന്നതായി അവന് തോന്നി. ആ ചെറിയ സ്ഥലത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുപ്പമുള്ള എന്തോ ഒന്ന് അവിടെയുണ്ട്. ടെന്റിന്റെ മുകൾ ഭാഗത്തെ തുണി അല്പം താഴേക്ക് വലിഞ്ഞു നിന്നു. ഉള്ളിലെ വായു പൂർണ്ണമായും ഇല്ലാതായതുപോലെ. അവൻ ശബ്ദമുണ്ടാക്കാതെ വളരെ പതുക്കെ ടെന്റിന്റെ മെയിൻ സിബ് താഴേക്ക് വലിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഒരൊറ്റ കുതിപ്പായിരുന്നു. പുറത്തെത്തിയ അശ്വാദ് ഉറക്കെ അലറി. അവന്റെ ശബ്ദം കേട്ട് അടുത്ത ടെന്റുകളിൽ നിന്നും ബാക്കിയുള്ളവർ ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. സച്ചിന്റെ കയ്യിലുള്ള വലിയ ടോർച്ച് ഓൺ ചെയ്തു. അശ്വാദ് തന്റെ ടെന്റിന് കുറച്ചകലെയായി മാറി നിൽക്കുകയായിരുന്നു. അവനാകെ വിയർക്കുന്നുണ്ട്. എന്താടാ, എന്തുപറ്റി? സച്ചിൻ അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അശ്വാദിന്റെ പുറകെ ഷാമിലും ടെന്റിൽ നിന്നും പുറത്തിറങ്ങി. അശ്വാദ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തങ്ങളുടെ ടെന്റിലേക്ക് വിരൽ ചൂണ്ടി. അകത്ത് മറ്റൊരാൾ കൂടിയുണ്ട്. അശ്വാദ് ബുദ്ധിമുട്ടി പറഞ്ഞു. എന്ത് മണ്ടത്തരമാടാ നീ പറയുന്നത്? ഞാനും നീയും മാത്രമല്ലേ അതിലുണ്ടായിരുന്നുള്ളൂ? ഷാമിൽ ദേഷ്യത്തോടെ ചോദിച്ചു. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റതിൻ്റെ അസ്വസ്ഥത അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. അല്ല, ഞാൻ കണ്ടതാ. നമ്മുടെ ഇടയിൽ ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു.
അശ്വാദ് അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം ടെൻറ്റിൽ തന്നെയായിരുന്നു. സച്ചിൻ ടോർച്ചടിച്ച് അശ്വാദിൻ്റെ ടെൻറ്റിനുള്ളിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് തോന്നിയതാവും, മലമുകളിലായതുകൊണ്ട് ഉറക്കത്തിൽ ആങ്സൈറ്റി വന്നതാവും. ഈ ക്ലോസ്ട്രോഫോബിയൊക്കെ ഉള്ളവർക്ക് ടെൻറ്റുകളിൽ കിടക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ഭഗത് അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചു. അവർ 6 പേരും അശ്വാദിൻ്റെ ടെൻറ്റിന് മുമ്പിലായി വട്ടത്തിൽ നിന്നു. സച്ചിൻ അശ്വാദിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. അശ്വാദ് വെള്ളം കുടിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ഭയം മാറിയില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം 3 ടോർച്ചുകളുടെ വെളിച്ചമുണ്ട്. സച്ചിൻ്റെ കയ്യിലെ വലിയ ടോർച്ചും ദേവൂസിൻ്റെയും ഷാമിലിൻ്റെയും ഫോണുകളിലെ ഫ്ലാഷുകളും. പെട്ടെന്ന് സച്ചിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങി. അവർ 6 പേർ വട്ടത്തിൽ നിൽക്കുകയാണ്. സച്ചിൻ്റെ വലതുവശത്ത് സാൻവിയും ഇടതുവശത്ത് ഭഗതുമാണ്. സാൻവിയും അശ്വാദിനും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. സച്ചിൻ ആ ഗ്യാപ്പിലേക്ക് നോക്കി. അവിടെ മറ്റെന്തോ ഉള്ളതായി അവന് അനുഭവപ്പെട്ടു. 6 പേർ നിൽക്കുന്ന സ്ഥലത്ത് 7ാമതൊരാൾ കൂടിയുള്ള പോലെ. സാൻവിക്കും അശ്വാദിനും ഇടയിലുള്ള വിടവിലേക്ക് ടോർച്ചിൻ്റെ വെളിച്ചം പോകുന്നില്ല. ആ സ്ഥലത്ത് വെളിച്ചം തട്ടി പ്രതിഫലിക്കാത്ത എന്തോ ഒരു സാന്നിധ്യമുള്ള പോലെ. അവർക്ക് 6 പേർക്കും ഒരേ സമയം അതനുഭവപ്പെട്ടു. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ആ ശൂന്യമായ ഭാഗത്തേക്ക് തന്നെ നോക്കി നിന്നു. ദേവൂസ് പെട്ടെന്ന് സച്ചിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ 3ാമത്തെ ടെൻറ്റിലേക്ക് വിരൽ ചൂണ്ടി. സച്ചിനും സാൻവിയും കിടന്നിരുന്ന ടെൻറ്റ്. അവർ എല്ലാവരും അങ്ങോട്ട് നോക്കി. സച്ചിൻ ടോർച്ച് ഓഫ് ചെയ്തു. പൂർണ്ണമായും ഇരുട്ടായപ്പോൾ ആ കാഴ്ച അവർക്ക് കാണാൻ കഴിഞ്ഞു. ദൂരെ എസ്റ്റേറ്റിലെ വാച്ച് ടവറിൽ നിന്നുള്ള വലിയ ഹാലജൻ ലൈറ്റിൻ്റെ വെളിച്ചം ആ ടെൻറ്റിൻ്റെ പുറകിലായി വീഴുന്നുണ്ട്. ആ വെളിച്ചത്തിൽ ടെൻറ്റിൻ്റെ പച്ചത്തുണിയിൽ ഒരു നിഴൽ. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരാൾ ചമ്രം പടിഞ്ഞിരിക്കുന്നത് പോലെ. ആ നിഴൽ ചെറുതായി അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ടെൻറ്റിനുള്ളിൽ ആരുമില്ല എന്ന് അവർക്കുറപ്പായിരുന്നു. സച്ചിനും സാൻവിയും 5 മിനിറ്റ് മുമ്പാണ് അതിൽ നിന്നും ഇറങ്ങി വന്നത്. 6 പേരും പുറത്തുണ്ട്. എന്നിട്ടും ടെൻറ്റിനുള്ളിൽ ഒരു നിഴൽ രൂപപ്പെട്ടിരിക്കുന്നു. വെളിച്ചമടിക്കുന്നത് പുറത്തുനിന്നുമാണ്. നിഴൽ വീഴേണ്ടത് ടെൻറ്റിൻ്റെ പുറകോട്ടാണ്. പക്ഷേ ഇവിടെ പ്രകാശം പുറത്തുനിന്നടിക്കുമ്പോഴും ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ രൂപത്തിൻ്റെ നിഴൽ മുൻഭാഗത്തെ തുണിയിൽ വന്നു വീഴുന്നു. സച്ചിനും ഷാമിലും ഭഗത്തും പരസ്പരം നോക്കി. എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും മനസ്സിലായില്ല. സച്ചിൻ പതുക്കെ മുന്നോട്ട് നടന്നു. അവൻ്റെ കയ്യിൽ അപ്പോഴും ടോർച്ചുണ്ടായിരുന്നു. ഷാമിലും ഭഗത്തും അവന് പിന്നാലെ ചെന്നു. ടെൻറ്റിൻ്റെ 2 മീറ്റർ അടുത്തേക്ക് അവർ എത്തി. നിഴൽ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ രൂപം അപ്പോഴും ഇരിക്കുകയാണ്. സച്ചിൻ പെട്ടെന്ന് ടെൻറ്റിൻ്റെ മുൻവശത്തെ സിബ് ഒറ്റ വലിക്ക് തുറന്നു. ഷാമിൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉള്ളിലേക്ക് അടിച്ചു. ടെൻറ്റിൻ്റെ ഉൾവശം ശൂന്യമായിരുന്നു. അവിടെ എങ്ങും ആരുമില്ല. സച്ചിൻ്റെയും സാൻവിയുടെയും ബാഗുകൾ മാത്രം. സച്ചിൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ മനസ്സ് ആ കാഴ്ചയെ വിശദീകരിക്കാനാവാതെ ബുദ്ധിമുട്ടി. ടെൻറ്റിൻ്റെ സിബ് തുറന്നു കിടക്കുകയാണ്. ഉള്ളിൽ വെളിച്ചമടിച്ചിട്ടുണ്ട്. അവിടെ ആരുമില്ല. പക്ഷേ സിബ് തുറന്നതിന് ശേഷവും ടെൻറ്റിൻ്റെ വലതുവശത്തെ തുണിയിൽ ആ നിഴൽ മാറ്റമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ശൂന്യതയിൽ നിന്നുള്ള ഒരു നിഴൽ. തൊട്ടടുത്ത നിമിഷം ആ നിഴൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി. അവിടെ ഒന്നുമില്ലാത്തതുപോലെ തുണി സാധാരണ നിലയിലായി. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നവർക്ക് തോന്നി. പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ അവർ ടെൻറ്റുകൾ അഴിക്കാൻ തുടങ്ങി. സ്ലീപ്പിംഗ് ബാഗുകളും ലഗേജും ബൈക്കുകളിൽ കെട്ടിവെച്ചു. സമയം പുലർച്ചെ 2 മണി. ആ കൂരിരുട്ടിൽ അവർ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തു. എസ്റ്റേറ്റിലെ റോഡിലൂടെ അവർ താഴേക്കിറങ്ങി. അവർക്ക് എത്രയും പെട്ടെന്ന് ആ മലമുകളിൽ നിന്നും ഹൈവേയിലേക്ക് എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എസ്റ്റേറ്റ് റോഡിലേക്കുള്ള ഇറക്കം വളരെ ദുഷ്കരമായിരുന്നു. കുത്തനെയുള്ള ഇറക്കവും വലിയ പാറക്കല്ലുകളും നിറഞ്ഞ വഴി. സച്ചിൻ ഫസ്റ്റ് ഗിയറിലിട്ട് എൻജിൻ ബ്രേക്കിംഗ് ചെയ്ത് വളരെ പതുക്കിയാണ് ഇറക്കമിറങ്ങിയത്. തൊട്ടുപുറകിലായി ഭഗത്തിൻ്റെ KTM-ഉം ഏറ്റവും പിന്നിലായി ഷാമിലിൻ്റെ സ്പ്ലെൻഡറും വരുന്നുണ്ടായിരുന്നു. സാൻവി സച്ചിൻ്റെ പുറകിൽ വണ്ടിയുടെ ഗ്രാബ് റെയിലിൽ ഇറുകെ പിടിച്ചാണ് ഇരുന്നിരുന്നത്. മേപ്പാടി ടൗണിലേക്കുള്ള ഹൈവേയിലേക്ക് എത്താൻ ഇനിയും 4 കിലോമീറ്റർ കൂടിയുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും വലിയ കാപ്പിത്തോട്ടങ്ങളാണ്. യാത്ര തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സച്ചിന് എന്തോ ഒരു അസാധാരണമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. സീറ്റിൻ്റെ സ്പേസ് വല്ലാതെ കുറഞ്ഞതുപോലെ. ഇറക്കമായതുകൊണ്ട് സാൻവി നിരങ്ങി മുന്നോട്ട് വന്നതാകാമെന്ന് കരുതി അവൻ അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നു. വീണ്ടും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ട് കൂടി വന്നു. സാൻവി, നീ അല്പം പുറകോട്ടൊന്ന് മാറിയിരിക്കേ, എനിക്ക് വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല, അവൻ പറഞ്ഞു. പക്ഷേ അവളുടെ മറുപടി കേട്ട് സച്ചിൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഗ്രാബ് റെയിലിൻ്റെ ഏറ്റവും അറ്റത്താണ് ഇരിക്കുന്നത്. എനിക്കിനി പുറകോട്ട് പോകാൻ സ്ഥലമില്ല. സാൻവിയുടെ ശബ്ദത്തിൽ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. എക്സ്പൾസിൻ്റെ സീറ്റിന് അത്യാവശ്യം നീളമുണ്ട്. 2 പേർക്ക് സുഖമായിരിക്കാം. പക്ഷേ ഇപ്പോൾ സച്ചിൻ ടാങ്കിനോട് ചേർന്നിരിക്കുന്നു. സാൻവി സീറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തും. എന്നിട്ടും അവർക്കിടയിൽ ഒട്ടും സ്ഥലമില്ല.
അവർക്കിടയിൽ അദൃശ്യമായ എന്തോ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിന് പക്ഷെ ഭാരമില്ല. ബൈക്കിന്റെ സസ്പെൻഷൻ താഴേക്ക് അമർന്നിട്ടില്ല. നീ പേടിക്കണ്ട, നമ്മൾ ഹൈവേ എത്താറായി, സച്ചിൻ സാൻവിയോട് പറഞ്ഞു. അവൻ ആക്സിലേറ്റർ അല്പം കൂടി തിരിച്ചു. അവർ മേപ്പാടി ഹൈവേയിലേക്ക് കടന്നു. ടാർ റോഡായിരുന്നതുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം വേഗത കിട്ടി. ഹൈവേയിലെതിരെ ഒരു വാഹനവും ഉണ്ടായിരുന്നില്ല. സച്ചിൻ വേഗത കൂട്ടി. വണ്ടി മുന്നോട്ട് കുതിച്ചു. അപ്പോഴാണ് ആ രണ്ടാമത്തെ പ്രതിഭാസം അവർ ശ്രദ്ധിച്ചത്. റോഡിൽ നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് സച്ചിൻ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലാണ് ഇട്ടിരുന്നത്. എക്സ്പൾസിന്റെ LED ലൈറ്റ് വളരെ ദൂരേക്ക് എത്തുന്നുണ്ടായിരുന്നു. എതിരെ ദൂരെ നിന്നും ഒരു ലോറി വരുന്നത് കണ്ടപ്പോൾ സച്ചിൻ ലൈറ്റ് ഡിമ്മ് ചെയ്തു. ആ നിമിഷം വണ്ടിയുടെ മുൻപിലായി ഒരു നിഴൽ രൂപപ്പെട്ടു. ബൈക്ക് ഓടിക്കുന്ന സച്ചിൻ്റെയോ പുറകിലിരിക്കുന്ന സാൻവിയുടെയോ നിഴലായിരുന്നില്ല അത്. വളരെ ഉയരമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യന്റെ നിഴൽ. ആ നിഴൽ റോഡിലൂടെ അവർക്കൊപ്പം അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സച്ചിൻ ഉടനെ ലൈറ്റ് വീണ്ടും ഹൈ ബീമിലേക്ക് മാറ്റി. പ്രകാശം റോഡിൽ മുഴുവൻ നിറഞ്ഞു. ആ നിഴൽ പൂർണ്ണമായും ഇല്ലാതായി. ഒരു സംശയത്തിന്റെ പേരിൽ സച്ചിൻ വീണ്ടും ലൈറ്റ് ലോ ബീമിലേക്കാക്കി. അതോടെ ആ നിഴൽ വീണ്ടും തെളിഞ്ഞു വന്നു. ആ നിഴലിന്റെ ഉടമ അവർക്കൊപ്പം ആ വണ്ടിയിലുണ്ട് എന്ന പോലെ. സച്ചിൻ പിന്നീട് ലൈറ്റ് ഹൈ ബീമിൽ നിന്നും മാറ്റിയതേയില്ല. പുറകിൽ വന്ന ഭഗത്തും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവന്റെ KTMന്റെ ഹെഡ്ലൈറ്റ് സച്ചിന്റെ എക്സ്പൾസിന്റെ പുറകിലാണ് അടിക്കുന്നത്. എക്സ്പൾസിന്റെ ചുവന്ന ടൈൽ ലാമ്പ് ഭഗത്തിന് കാണാം. എന്നാൽ ഇടയ്ക്കിടെ ആ ടൈൽ ലാമ്പിന്റെ വെളിച്ചം പൂർണ്ണമായും മറയുന്നുണ്ട്. സാൻവിയുടെ പുറകിലായി എന്തോ ഒരു വസ്തു ആ വെളിച്ചത്തെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ. അതെന്താണെന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ ഭാഗത്തെ പ്രകാശം എന്തോ ഒന്ന് വലിച്ചെടുക്കുന്നത് പോലെ ഭഗത്തിന് തോന്നി. അവൻ തന്റെ വണ്ടിയുടെ വേഗത അല്പം കുറച്ച് എക്സ്പൾസുമായി ഒരു നിശ്ചിത ദൂരം നിലനിർത്തി. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് അവർ താമരശ്ശേരി ചുരമിറങ്ങി. കോഴിക്കോട് നഗരത്തിലെത്തുമ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞിരുന്നു. വെളിച്ചം വീണതോടെ എല്ലാവർക്കും ചെറുതായി ആശ്വാസം തോന്നി. നഗരത്തിന്റെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ രാത്രിയിലെ ആ പേടി പതിയെ കുറഞ്ഞു തുടങ്ങി. ആരും വഴിയിൽ എവിടെയും നിർത്തിയില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. സച്ചിൻ ഫ്ലാറ്റിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. അവനാകെ തളർന്നിരുന്നു. മുറിയിലെത്തി സാധനങ്ങളെല്ലാം അഴിച്ചുവെച്ച് അവൻ ബെഡിലേക്ക് വീണു. മണിക്കൂറുകളോളം നീണ്ട ഉറക്കം. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ അവരുടേതായ ജോലികളിലും പഠനങ്ങളിലേക്കും തിരിഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് പരസ്പരം സംസാരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം അവരെ വിട്ടുപോകാൻ തയ്യാറല്ലായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം സാൻവിയാണ് ആ മാറ്റം ആദ്യം ശ്രദ്ധിച്ചത്. തൻ്റെ ഫ്ലാറ്റിലെ ചെറിയ സ്റ്റഡി റൂമിലിരുന്ന് അവൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. മുറിക്കുള്ളിൽ ആരുടെയോ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആ മലമുകളിലെ ടെന്റിൽ വെച്ച് അനുഭവപ്പെട്ട അതേ തോന്നൽ. സാൻവി ഉടനെ സച്ചിനെ വിളിച്ചു. സച്ചിൻ്റെ അവസ്ഥയും സമാനമായിരുന്നു. ഒരു വ്യക്തി ആ മുറിയിൽ എപ്പോഴും നിൽക്കുന്നതുപോലെ അവനും തോന്നി. ബാക്കിയുള്ള 4 പേരെയും സച്ചിൻ ഫോണിൽ വിളിച്ചു. എല്ലാവർക്കും സമാനമായ അനുഭവങ്ങൾ. ആ നിഴൽ തങ്ങളെ വിട്ടുപോയിട്ടില്ല. അത് തങ്ങൾക്കൊപ്പം കൂടിയിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ കാർത്തികിനെ കാണാൻ തീരുമാനിക്കുന്നത്. കാർത്തിക് സച്ചിൻ്റെ കോളേജ് കാലം മുതലേയുള്ള സുഹൃത്താണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് അവൻ. പക്ഷേ അവൻ്റെ പ്രധാന താല്പര്യം പാരാസൈക്കോളജിയാണ്. മറ്റ് ഗോസ്റ്റ് ഹണ്ടർമാരെ പോലെ ആത്മീയതയിലോ മന്ത്രവാദത്തിലോ അല്ല അവൻ വിശ്വസിച്ചിരുന്നത്. പൂർണ്ണമായും ഡാറ്റ ഡ്രിവണായ ഒരു ശാസ്ത്രീയ രീതിയായിരുന്നു അവൻ്റേത്. ഡിജിറ്റൽ സെൻസറുകളും ഫ്രീക്വൻസി അനലൈസറുകളും ഉപയോഗിച്ച് അദൃശ്യമായ എനർജി ഫീൽഡുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഗവേഷകൻ. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഒരു കഫേയിൽ വെച്ചാണ് അവർ കാർത്തികിനെ കണ്ടത്. സച്ചിൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവനോട് വിശദീകരിച്ചു. 6ാം വളവിൽ വെച്ച് ബൈക്കുകൾ ഓഫ് ആയതു മുതൽ സാൻവിയുടെയും തങ്ങളുടെയും മുറിയിലുണ്ടായ ആ സാന്നിധ്യത്തെക്കുറിച്ച് വരെ അവൻ ഒരു കാര്യവും വിടാതെ പറഞ്ഞു. കാർത്തികെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു. അവൻ തൻ്റെ ലാപ്ടോപ്പിൽ ആ വിവരങ്ങളെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാർത്തിക് തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. സാധാരണഗതിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനുഷ്യൻ്റെ തലച്ചോറിലെ ടെമ്പറൽ ലോബിനെയാണ് ബാധിക്കുന്നത്. അത് ഹാലൂസിനേഷൻ ഉണ്ടാക്കാം. പക്ഷേ ലൈറ്റിൻ്റെ ഹൈ ബീമിലും ലോ ബീമിലും പ്രതികരിക്കുന്ന ഈ നിഴൽ, കൂടാതെ റൂമിലെ സാന്നിധ്യം, ഇത് ഹാലൂസിനേഷൻ അല്ല. ഇതൊരു കൃത്യമായ എനർജി മാസാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് എന്താണ് കാർത്തിക്? എന്തെങ്കിലും ആത്മാവാണോ? ദേവൂസ് പേടിയോടെ ചോദിച്ചു. ആത്മാവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, കാർത്തിക് ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. മനുഷ്യ ശരീരം മരിക്കുമ്പോൾ അതിലെ ബയോ ഇലക്ട്രിക് എനർജി പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല എന്ന് ക്വാണ്ടം ഫിസിക്സ് പറയുന്നുണ്ട്. ആ എനർജി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഇൻഫർമേഷൻ പാറ്റേണായി അന്തരീക്ഷത്തിൽ നിലനിൽക്കാം.
നിങ്ങൾ വയനാട്ടിൽ വെച്ച് അങ്ങനെയുള്ള ഒരു എനർജി ഫീൽഡുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഫോളോ ചെയ്തു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? സച്ചിൻ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ എക്സ്പൾസ് ബൈക്ക് ഒന്ന് പരിശോധിക്കണം. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണല്ലോ. കൂടാതെ നിങ്ങൾ ക്യാമ്പ് ചെയ്ത ആ ടെൻറ്റുകളും. നാളെ വൈകുന്നേരം നിങ്ങൾ എക്സ്പൾസും ടെൻറ്റുകളുമായി എൻ്റെ വർക്ക് സ്റ്റേഷനിലേക്ക് വരണം. ഞാൻ എൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തു വയ്ക്കാം, കാർത്തിക് പറഞ്ഞു. അടുത്ത ദിവസം വൈകുന്നേരം അവർ 6 പേരും സച്ചിൻ്റെ എക്സ്പൾസ് ബൈക്കുമായി കാർത്തികിൻ്റെ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിൻ്റെ താഴെയുള്ള വലിയ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയയിലാണ് കാർത്തിക് തൻ്റെ ലാബ് സെറ്റ് ചെയ്തിരുന്നത്. അവിടെ വലിയ മോണിറ്ററുകളും കേബിളുകളും ഒരു മേശയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക് സച്ചിനോട് വണ്ടി വലിയൊരു റബ്ബർ മാറ്റിലേക്ക് കയറ്റി നിർത്താൻ ആവശ്യപ്പെട്ടു. ഗ്രൗണ്ടിങ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാർത്തിക് ഒരു ചെറിയ കറുത്ത ഉപകരണം എടുത്തു. ട്രൈഫീൽഡ് EMF മീറ്റർ. അവനത് ഓൺ ചെയ്തു. മീറ്ററിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ അക്കങ്ങൾ തെളിഞ്ഞു. അവൻ വളരെ സാവധാനം ആ മീറ്റർ എക്സ്പൾസിൻ്റെ ചുറ്റും കൊണ്ട് നടക്കാൻ തുടങ്ങി. ടാങ്കിൻ്റെ ഭാഗത്തെത്തുന്നതുവരെ മീറ്ററിലെ റീഡിംഗ് സാധാരണ നിലയിലായിരുന്നു. 1.5 മില്ലി ഗൗസ്. അവനത് സീറ്റിൻ്റെ താഴേക്ക് നീക്കി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒടുവിൽ അവൻ ആ മീറ്റർ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിനടുത്തേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് മീറ്ററിൽ നിന്നും തുടർച്ചയായ ബീപ്പ് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ അക്കങ്ങൾ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരുന്നു. അത് ഒരു പരിധിയും കടന്ന് മീറ്ററിൻ്റെ സ്ക്രീനിൽ ഓവർലോഡെന്ന് കാണിച്ചു. കാർത്തിക് അത്ഭുതത്തോടെ അവരെ നോക്കി. ഈ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിലും ബ്രേക്കിംഗ് സിസ്റ്റത്തിലും അസാധാരണമായ ഒരു കാന്തിക മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു റീഡിംഗ് വരണമെങ്കിൽ... കാർത്തിക് വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉച്ചത്തിലൊരു ശബ്ദം അവിടെ മുഴങ്ങി. എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് തനിയെ ഓണായി. വണ്ടിയുടെ താക്കോൽ മേശപ്പുറത്തായിരുന്നു. ഇഗ്നിഷൻ ഓഫാണ്. ബാറ്ററി കണക്ഷൻ പോലും ഇല്ലാതെ ആ ഹൈ ഇൻറ്റൻസിറ്റി LED ലൈറ്റ് പാർക്കിംഗ് ഏരിയയിലെ ഇരുട്ടിലേക്ക് പ്രകാശം ചൊരിഞ്ഞു. ആ പ്രകാശത്തിൽ കാർത്തികിൻ്റെ വലിയ മോണിറ്ററുകൾക്ക് പുറകിലായി ഭീമാകാരമായ ഒരു നിഴൽ രൂപപ്പെടുന്നത് അവർ കണ്ടു. അവർ 6 പേരും അത് കണ്ട് ഭയന്നുപോയി. കാർത്തിക് പക്ഷേ ഒട്ടും പതറിയില്ല. അവൻ തിരിഞ്ഞ് ബൈക്കിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി. ബാറ്ററിയുടെ 2 കേബിളുകളും അവൻ നേരത്തെ തന്നെ ഊരി മാറ്റിയിരുന്നു. വണ്ടിക്ക് ഒരു പവർ സപ്ലൈയും ഇല്ല. എന്നിട്ടും ആ LED ലൈറ്റ് പൂർണ്ണ ശേഷിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയുടെ ചുമരിലേക്ക് വീണ ആ ഭീമാകാരമായ നിഴൽ പതിയെ അനങ്ങി തുടങ്ങി. 6 പേരും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് എനർജി, കാർത്തിക് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പൂർത്തിയാക്കാൻ മാത്രം കരുത്തുള്ള ബയോ ഇലക്ട്രിക് ഫീൽഡ്. ഇത് സാധാരണ നിലയിലുള്ള ഒന്നല്ല. സച്ചിനെ, നിന്റെ വണ്ടിയുടെ RC ഡീറ്റെയിൽസ് എനിക്ക് വേണം. ആദ്യത്തെ ഉടമയുടെ പേരും വിലാസവും. സച്ചിൻ ഉടനെ ഫോണിലെ പരിവാഹൻ ആപ്പ് തുറന്നു. വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്തു. ആദ്യ ഉടമയുടെ പേര് ഡിസ്പ്ലേയിൽ വന്നു. ജിഷ്ണു KV, കണ്ണൂർ സ്വദേശി. കാർത്തിക് ആ പേരും എക്സ്പൾസ് ബൈക്ക് ആക്സിഡന്റ് വയനാട് എന്ന കീവേഡും ചേർത്ത് ലാപ്ടോപ്പിൽ തിരഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പ്രാദേശിക വാർത്താ പോർട്ടലിൻ്റെ ലിങ്ക് സ്ക്രീനിൽ തെളിഞ്ഞു. 8 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയാണ്. സച്ചിൻ ആ വാർത്ത വായിച്ചു. അവൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. വയനാട് ചുരത്തിലെ 8ാം വളവിൽ വെച്ച് നടന്ന സംഭവം. ബൈക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് അകാരണമായി ലോക്കായി വണ്ടി മറിഞ്ഞു. ബൈക്ക് ഓടിക്കുന്നയാൾ റോഡിലേക്ക് വീണു. 157 കിലോ ഭാരമുള്ള ആ വാഹനം അയാളുടെ നെഞ്ചിലേക്ക് മറിഞ്ഞു വീണു. വാരിയലുകൾ ഒടിഞ്ഞ് ആന്തരിക രക്തസ്രാവമുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യാത്ര തിരിക്കുന്ന ദിവസം രാത്രി സച്ചിൻ കണ്ട ആ സ്വപ്നം അവൻ ഓർമ്മ വന്നു. ടാർ റോഡിലേക്ക് മുഖം അമർന്നുരയുന്നതും ഹെൽമെറ്റിൻ്റെ വൈസർ പൊട്ടുന്നതും ബൈക്ക് നെഞ്ചിലേക്ക് വീഴുന്നതുമായ ആ സ്വപ്നം അതൊരു സ്വപ്നമായിരുന്നില്ല. ജിഷ്ണുവിൻ്റെ അവസാന നിമിഷങ്ങളിലെ അനുഭവങ്ങൾ സച്ചിൻ്റെ ബോധവുമായി കൂടിക്കലർന്നതായിരുന്നു. 8ാം വളവിൽ വെച്ച് സച്ചിൻ്റെ ബൈക്ക് തെന്നി വീണതും അതേ കാരണത്താൽ തന്നെയായിരുന്നു. ബ്രേക്ക് ലിവർ തനിയെ ഉള്ളിലേക്ക് പോയത് ആ എനർജിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. എക്സ്ട്രീം ട്രോമ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോർ വൻതോതിൽ ഇലക്ട്രിക് സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കും, കാർത്തിക് വിശദീകരിച്ചു. മരിക്കുന്ന ആ അവസാന സെക്കൻഡിൽ ജിഷ്ണുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ഫ്രണ്ട് ബ്രേക്കിലായിരുന്നു. ഭയം, നിസ്സഹായത, വേദന എന്നീ വികാരങ്ങൾ ഒരു ശക്തമായ എനർജി പാറ്റേണായി ആ ബൈക്കിൻ്റെ ലോഹങ്ങളിൽ ഇംപ്രിൻ്റ് ചെയ്യപ്പെട്ടു. അതൊരു ആത്മാവല്ല, അതൊരു ഡിജിറ്റൽ റെക്കോർഡ് പോലെ പ്രവർത്തിക്കുന്ന ഊർജമാണ്. അത് അപകടത്തിൻ്റെ ലൂപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുമായി കോണ്ടാക്റ്റ് വന്നപ്പോൾ ആ ഊർജം ആ ലൂപ്പ് നിങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അതാണ് ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കാരണം. ഇതിനെ എങ്ങനെ ഇല്ലാതാക്കും? ഷാമിൽ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഫേസ് ക്യാൻസലേഷൻ, കാർത്തിക് പറഞ്ഞു. ശബ്ദതരംഗങ്ങളെ
മറ്റൊരു ശബ്ദതരംഗം ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന അതേ സാങ്കേതിക വിദ്യ. ഞാൻ ഈ എനർജിയുടെ കൃത്യമായ ഫ്രീക്വൻസി കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ നേരെ വിപരീതമായ ഒരു ആൻറ്റിഫേസ് മാഗ്നറ്റിക് വേവ് ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ എനർജി ഫീൽഡ് പൂർണ്ണമായും ക്യാൻസലായി പോകും. കാർത്തിക് വലിയൊരു ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ ബൈക്കിൻ്റെ മുൻചക്രത്തിനടുത്തായി സെറ്റ് ചെയ്തു. എന്നിട്ടത് ഒരു സിഗ്നൽ ജനറേറ്റർ കേബിൾ വഴി കണക്ട് ചെയ്തു. അവൻ തൻ്റെ ലാപ്ടോപ്പിലെ സോഫ്റ്റ്വെയർ ഓൺ ചെയ്തു. എല്ലാവരും കുറച്ച് മാറി നിൽക്കണം. ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ഫിസിക്കൽ സ്പേസിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകും. കാർത്തിക് മുന്നറിയിപ്പ് നൽകി. സച്ചിനും ബാക്കിയുള്ളവരും പാർക്കിംഗ് ഏരിയയുടെ ഒരറ്റത്തേക്ക് മാറി നിന്നു. കാർത്തിക് സിഗ്നൽ ജനറേറ്റർ ഓൺ ചെയ്തു. ലാപ്ടോപ്പിലെ ഫ്രീക്വൻസി അവൻ പതുക്കെ കൂട്ടിത്തുടങ്ങി. ആദ്യം 10 ഹെഡ്സ്, 20 ഹെഡ്സ്. അങ്ങനെ ആ ഫ്രീക്വൻസി 50 കടന്നപ്പോൾ ബേസ്മെൻറ്റിലെ ലൈറ്റുകളെല്ലാം ഒരുമിച്ച് മിന്നിമറയാൻ തുടങ്ങി. എക്സ്പൾസിൻ്റെ LED ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കൂടുതൽ തീവ്രമായി. ചുമരിലെ ആ നിഴൽ അതിവേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. ഒരു വ്യക്തി അപകടത്തിൽപ്പെടുമ്പോൾ ജീവന് വേണ്ടി നടത്തുന്ന അവസാനത്തെ പോരാട്ടമായിരുന്നു ആ നിഴലിൽ കണ്ടത്. കാർത്തിക് വീണ്ടും ഫ്രീക്വൻസി കൂട്ടി. 73 ഹെഡ്സ് എത്തിയപ്പോൾ കാർത്തികിൻ്റെ EMF മീറ്റർ തുടർച്ചയായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവർ നിൽക്കുന്ന സ്ഥലത്തെ സ്പേസ് ചുരുങ്ങുന്നത് പോലെ. വിശാലമായ ആ ബേസ്മെൻറ്റ് ഒരു ചെറിയ പെട്ടി പോലെ അവർക്ക് തോന്നി. കാർത്തിക് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി. സിസ്റ്റം കൃത്യമായ ഫ്രീക്വൻസി കണ്ടെത്തിയിരിക്കുന്നു. 73.4 ഹെഡ്സ്. മാച്ചായി. കാർത്തിക് വിളിച്ചു പറഞ്ഞു. ഞാൻ ആൻറ്റിഫേസ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുകയാണ്. അവൻ ലാപ്ടോപ്പിലെ ഒരു ബട്ടൺ അമർത്തി. ഇലക്ട്രോമാഗ്നറ്റിക് കോയിലിൽ നിന്നും വിപരീത ദിശയിലുള്ള തരംഗങ്ങൾ ബൈക്കിലേക്ക് പ്രവഹിച്ചു. ചുമരിലെ നിഴൽ പെട്ടെന്ന് ചിതറാൻ തുടങ്ങി. വീഡിയോ ഫയലുകൾ കറക്റ്റാകുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിജിറ്റൽ ഡിസ്റ്റോർഷൻ പോലെ ആ രൂപം പല കഷ്ണങ്ങളായി മുറിഞ്ഞു. ബേസ്മെൻറ്റിൻ്റെ സ്പേസ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തു. 6 പേർക്കും ചുറ്റും എന്തൊക്കെയോ അതിവേഗം മാറുന്നതുപോലെ തോന്നി. 2 സിഗ്നലുകളും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തി. സ്ക്രീനിലെ ഗ്രാഫ് ഒരു നേർരേഖയായി മാറി. പെട്ടെന്ന് എല്ലാവരുടെയും ചെവികളിൽ ഒരു മൂളൽ ശബ്ദം മുഴങ്ങി. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെവിക്കല്ലിന് രൂപപ്പെടുന്ന ആ മർദ്ദവ്യത്യാസം. എല്ലാവരുടെയും ചെവികൾ ഒരേ സമയം അടഞ്ഞു തുറന്നു. ഒരു നിമിഷം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൂർണ്ണമായും അണഞ്ഞു. ബേസ്മെൻറ്റിൽ നിശബ്ദത നിറഞ്ഞു. കാർത്തികിൻ്റെ കമ്പ്യൂട്ടറുകളുടെ വെളിച്ചം മാത്രം അവിടെ ബാക്കിയായി. ചുമരിലെ നിഴൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി. സച്ചിൻ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ആ മുറിക്കുള്ളിലെ ശ്വാസം മുട്ടൽ പൂർണ്ണമായും മാറിയിരുന്നു. സാൻവി നിലത്തേക്ക് ഊർന്നിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കാർത്തിക് EMF മീറ്റർ എടുത്ത് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിനടുത്തേക്ക് കൊണ്ടുപോയി. ഡിസ്പ്ലേയിൽ 0 എന്ന് കാണിച്ചു. ഒരു വിധത്തിലുള്ള റീഡിങ്ങും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രോസസ്സ് പൂർത്തിയായി. കാർത്തിക് മീറ്റർ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ആ എനർജി പാറ്റേൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ജിഷ്ണുവിൻ്റെ അവസാന നിമിഷങ്ങൾ ഇനി ആ ലോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കില്ല. അതൊരു സാധാരണ ഊർജമായി പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഷാമിൽ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ മുൻചക്രങ്ങളിൽ ഒന്ന് പിടിച്ചു നോക്കി. അതൊരു സാധാരണ ബൈക്ക് മാത്രമായി മാറിയിരുന്നു. ഈ വണ്ടി ഇനി ഞാൻ എന്ത് ചെയ്യും? സച്ചിൻ ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിൽക്കാം. ഇതിലിനി യാതൊരു അസ്വാഭാവികതയുമില്ല. കാർത്തിക് ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി അവർ കാർത്തികിൻ്റെ ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞു. ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുവരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. പ്രേതങ്ങളെന്നത് വെള്ളത്തുണിയിട്ട് നടക്കുന്ന രൂപങ്ങളല്ല. മനുഷ്യൻ്റെ അനുഭവങ്ങൾ, വേദനകൾ, ഭയങ്ങൾ എന്നിവ പ്രകൃതിയിൽ അവശേഷിക്കുന്ന വളരെ സങ്കീർണമായ ഊർജ്ജ രൂപങ്ങളാണ്. പിറ്റേന്ന് രാവിലെ സച്ചിൻ എക്സ്പൾസുമായി തൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങി. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി കുറച്ചുകൂടി സ്മൂത്തായതായി അവന് തോന്നി. ഫ്രണ്ട് ബ്രേക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി സച്ചിൻ മുകളിലേക്ക് നടന്നു. വണ്ടി പൂർണ്ണമായും നിശ്ചലമായിരുന്നു. അതിൻ്റെ ലോഹഭാഗങ്ങളിൽ ഇപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളില്ല. അത് വെറുമൊരു വാഹനം മാത്രമായി മാറിയിരുന്നു.